ബജറ്റിനെ കാതോർത്ത് കർഷകർ. കർഷക സൗഹൃദമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ ഒരു കൂട്ടം കർഷകർ. ണെങ്കിൽ നെല്ലിൻ്റെ വില വർധന ആദ്യമായിട്ട് ചെയ്യണം. ആ നെല്ലിൻ്റെ ഒരു ബഡ്ജറ്റ് തന്നെ വേറെ, കൃഷി ബഡ്ജറ്റ് വേറെ ഉണ്ടാക്കണം. അതിൻ്റെ പണം, ആ ഫണ്ട് പ്രത്യേകിച്ച് ആദ്യം തന്നെ ബഡ്ജറ്റിൽ പറയണം. എന്നാലേ അടുത്ത വിളക്കെങ്കിലും ഈ പണം ശരിക്ക് കൃഷിക്കാരൻ്റെ കയ്യിൽ വരും. നെല്ലിൻ്റെ വിലയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. 28 രൂപ 20 പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കൃഷി ചെയ്യുന്നതിന് എവിടെയും തികയുന്നില്ല. അത് എന്തായാലും ഈ ബഡ്ജറ്റിൽ വകയിരുത്തണം എന്നാണ് പറയാനുള്ളത്. നെല്ലിൻ്റെ വില കൃത്യമായിട്ട് കിട്ടുന്നില്ല, സമയത്തിന് കിട്ടുന്നില്ല. കൃഷി ചെയ്യാൻ നമ്മുടെ കയ്യിൽ കടം വാങ്ങിയിട്ടാണ് നെല്ലിൻ്റെ പൂട്ടുകൂലിയും പിന്നെ കൃഷി ചെയ്യുന്നതൊക്കെ. കൃഷി ചെയ്താൽ അതിൽ വലിയ മെച്ചമൊന്നുമില്ല. ഞങ്ങളെ യുവാക്കൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ കൃഷിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളതിൽ പൂർണ്ണമായി ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള വരുമാനങ്ങൾ കിട്ടിയാലേ ഞങ്ങൾക്കത് നിലനിന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പാലക്കാട് അഗ്രികൾച്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വെള്ളം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന മലമ്പുഴയുടെ വെള്ളമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മേഖല തന്നെ സത്യം പറഞ്ഞാൽ ഇല്ലാതായി പോകുന്നൊരു സിറ്റുവേഷൻ കൂടി സംഭവിക്കുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ മലമ്പുഴ ഡാമിനെ അതിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃഷിയിലേക്ക് മാത്രം കൂടുതൽ, അതുപോലെ കുടിവെള്ളത്തിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധ മലമ്പുഴ ഡാമിനെ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ മറ്റുള്ള മേഖലകളിലേക്ക് അത് ആ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് ഇവിടുത്തെ കുടിവെള്ളം മുതൽ നമ്മൾ ഈ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടാതാവുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ചും സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ. ഓപ്പറേഷൻ ആനന്ദ പോലെ ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം, ഫ്ലഡ് മൊത്തത്തിൽ വെള്ളപ്പൊക്കം മാറ്റി കിട്ടുക. കാര്യം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ആമയാം തോടിലും റെയിൽവേയുടെ പാതത്തെ അടിയിൽ കൂടെ ഉള്ള മാലിന്യം കെട്ടി നിന്ന് അതൊക്കെ മാറ്റാനായിട്ടും അത് സ്ഥിരമായിട്ടുള്ളൊരു അലോക്കേഷൻ ചെയ്യുക. വിഴിഞ്ഞം കായലും ആക്കുളം കായൽ കംപ്ലീറ്റ് റീജുവിനേറ്റ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ഡ്രഡ്ജ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുക. നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്ന സ്ഥിതിക്ക് വിഴിഞ്ഞം മുതൽ പാരിപ്പള്ളി വരെയുള്ള ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന് അതിനുവേണ്ടിയുള്ള അലോക്കേഷൻസ് കൊടുത്ത് എത്രയും നേരത്തെ തന്നെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കുക. നമ്മൾ ആ ഭാഗത്ത് ഒരു സജഷൻ കൂടെ ഉണ്ടായിരുന്നത് മെട്രോ പ്രോജക്റ്റിന് അലോക്കേഷൻ കൊടുക്കണം. ആ മെട്രോ പ്രോജക്റ്റിന് പാത ഭൂമി അടിയിൽ കൂടെ തന്നെ കൊണ്ടുപോകണം. അത് അണ്ടർഗ്രൗണ്ട് പാതയായിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്ത് അത് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംസ്ഥാന ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ കാമത്ത്. ഉള്ള പ്രൊവിഷൻസ് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തും ജോലി സാധ്യതകളുടെ ഗ്രോത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ NH66 ഡെവലപ്മെൻറ്റോട് കൂടി വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി ഇവിടെ ഫാക്ടറീസ് വരാനും ബാക്കിയുള്ള വ്യവസായം വരാനും IT വ്യവസായം വരാനുള്ള സാധ്യതകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ബേപ്പൂർ പോർട്ട്, വിഴിഞ്ഞം പോർട്ട്, അഴിക്കൽ പോർട്ട്, അതുപോലത്തെ ചെറിയ പോർട്ട്സും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒന്നാകെ ഒരു മേജർ പ്രൊഡക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് സെൻറ്ററായിട്ട് മാറാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുകയാണ്. ഇവിടെ നിന്നുള്ള എക്സ്പോർട്സ് പോലും നമുക്ക് ഇവിടെ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത പോലും അടുത്തൊരു 5-6 കൊല്ലം കൊണ്ട് ഇവിടെ സാധ്യതകൾ വർദ്ധിച്ച് വരാൻ പോകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിനായിരിക്കും. പോർട്സിനാണെങ്കിലും ബാക്കിയുള്ള റോഡ് വികസനത്തിനാണെങ്കിലും ആയിരിക്കണം എന്നാണ് പ്രതീക്ഷ.
അതുപോലെ തന്നെയാണ് ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, യങ്സ്റ്റേഴ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ട നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇവിടെ വരുന്ന ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ IT പോലത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വർക്ക് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യത പോലും ഞങ്ങൾ പുഷ് ചെയ്യണം.